ഉൽപ്പത്തി 25-ാം അധ്യായം. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെതൂറ എന്ന പേർ. അവൾ സിമ്രാൻ, യക്ഷാൻ, മേദാൻ, മിദ്യാൻ, ഇഷ്ബാക്, ശൂവ എന്നിവരെ പ്രസവിച്ചു. യക്ഷാൻ ശേബയെയും ദേദാനെയും ജനിപ്പിച്ചു. ദേദാന്റെ പുത്രന്മാർ അശൂരിയും ലേത്തൂഷിയും ലേയും എന്നിവർ. മിദ്യാന്റെ പുത്രന്മാർ ഏഫ, ഏഫേർ, ഹാനോക്, അബീദ, എൽദാക് എന്നിവർ. ഇവരെല്ലാവരും കെതൂറയുടെ മക്കൾ. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്നവയെ പട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. അബ്രഹാമിന്റെ ആയുഷ്കാലം 175 സംവത്സരമായിരുന്നു. അബ്രഹാം വയോധികന് കാലസമ്പൂർണനുമായ നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടുമരിച്ചു. തന്റെ ജനത്തോട് ചേർന്ന് അവന്റെ പുത്രന്മാരായ ഇസഹാക്കിന് ഇശ്മയിലിനും കൂടി മമ്രയ്ക്കരികെ സെഹാറിന്റെ മകനായ എഫ്രേൻ എന്ന ഹിത്യന്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. അബ്രഹാം ഹിത്യരുടെ വിലയ്ക്ക് വാങ്ങിയ നിലത്ത് തന്നെ അവിടെ അബ്രഹാമിനെ അവന്റെ ഭാര്യയെ സാറയും അടക്കം ചെയ്തു. അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്ക് ബേർലഹായി രോയിക്കരികെ പാർത്തു. സാറായുടെ മിസ്രൈമദാസ്യ ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇശ്മയിലിന്റെയും വംശ പാരമ്പര്യം അവരുടെ വംശാവലി പ്രകാരം പേരായി ഇശ്മയിലിന്റെ പുത്രന്മാരുടെ പേരുകൾ ആവിത്. ഇശ്മയിലിന്റെ ആദ്യജാതൻ നെബോയത്, കേദാർ, അദ്ബേൽ, മിബ്ഷാം, മിഷ്ബ, ദൂമ, മഷ, ഹാദാർ, തോമ, യദൂർ, നഫീഷ, കേദാമ. 12 പ്രഭുക്കന്മാരായ ഇശ്മയിലിന്റെ പുത്രന്മാർ. അവരുടെ ഊരുകളിലും പാളയങ്ങളിലും വംശമായി ഇവർ ആകുന്നു. അവരുടെ പേരുകൾ ഇവയെ തന്നെ. ഇശ്മയിലിന്റെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. അവൻ പ്രാണനെ വിട്ടുമരിച്ച് തന്റെ ജനത്തോട് ചേർന്ന് ഹവീല തുടങ്ങി അശൂരിലേക്ക് പോകുന്ന വഴിയിൽ മിസ്രൈമിന് കിഴക്കുള്ള ഷൂർ വരെ അവർ കൂടിയിരുന്നു. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർത്തു. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ വംശപാരമ്പര്യമാമിത്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ പദൻ അരിമിയുള്ള അരാമ്യനായ ബെതുവേലിന്റെ പുത്രനെയും അരാമ്യനായ ലാബോന്റെ സഹോദരിയുമായ റിബേക്കയും ഭാര്യയായി പരിഗ്രഹിച്ചു. തന്റെ ഭാര്യ മച്ചിയായി ഇരിക്കുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെ ആയാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവയോട് ചോദിച്ചപ്പോൾ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അരുളി ചെയ്തു. അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു. മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെയിരുന്നു. അവന് ഏശാവ് എന്ന് പേരിട്ടു. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു. അവന്റെ കൈ ഏശാവിന്റെ കുതിക്കാൽ പിടിച്ചിരുന്നു. അവന് യാക്കോബ് എന്ന് പേരിട്ടു. അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. ഏശാവിന്റെ വേട്ടയിറച്ചിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു. റിബേക്ക യാക്കോബിനെ സ്നേഹിച്ചു. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു. അവൻ, ഞാനാ ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരയണം, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏതാം ചുവന്നവൻ എന്ന പേരായി. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവൻ അവനോട് സത്യം ചെയ്തു. തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ചു പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ.